നിധി മേഡം എന്തോ വലിയ പരിപാടിയെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതെന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. CKC ഫ്രീ ആണെങ്കിൽ നമുക്ക് ഫംഗ്ഷനിലേക്ക് കടന്നാലോ? വെറുതെ സമയം കളയണോ? എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അതിനെന്താ, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. CKC ഒരു ഇമ്പോർട്ടന്റ് കോളാ. ജസ്റ്റ് ഒന്ന് വന്നോട്ടെ. വന്ന അപ്പൊ തന്നെ നമുക്ക് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആന്റി, നമുക്ക് അപ്പോഴേക്കും പോയി ആ ഫുഡ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് വന്നാലോ? ഫുഡ് സെറ്റ് ചെയ്യാനോ? അതിന് ഞാനെന്തിനാ? നീ പോയിട്ടോ. ആന്റി വന്നാലേ അത് ശരിയാവൂ. എവിടെ സെറ്റ് ചെയ്യണമെന്നൊക്കെ ആന്റി തന്നെ പോയി പറഞ്ഞു കൊടുത്തേ. ആന്റി, ഈ ശിവാനിയുടെ ഒരു കാര്യം, എല്ലാത്തിനും ഞാൻ തന്നെ ചെല്ലണം. നമുക്ക് ഉടനെ ഫംഗ്ഷൻ തുടങ്ങാമേ. ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരാം. എന്താ ആന്റി ഇത്? ആ നിധി എന്തോ പറഞ്ഞ അങ്കിളിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് നിർത്തിയിരിക്കുക. നീ പറഞ്ഞത് സത്യം മോളെ. നിധിയെ കണ്ടാൽ തന്നെ പുലിയെ പോലെ ചാടി വീഴുന്ന CKC ഇപ്പൊ അവളുടെ മുന്നിൽ പൂച്ചയെ പോലെ നിൽക്കുന്ന കണ്ടില്ലേ? എന്തു പറഞ്ഞായിരിക്കും അവള് CKC ബ്ലാക്ക്മെയിൽ ചെയ്തത്? അങ്കിളിനെ പേടിപ്പിക്കുന്നത് ഇനി എന്ത് പറഞ്ഞിട്ടായാലും ശരി, ഈ ബർത്ത്ഡേ ഫംഗ്ഷനിൽ അവള് പങ്കെടുത്ത അതൊരു നാണം കെട്ട ഏർപ്പാടായി പോവും, അതുറപ്പ്. എന്നാലും അവൾ എന്തു പറഞ്ഞിട്ടാണ് CKC ഇങ്ങനെ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുന്നെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ശിവാനി. അവള് വരട്ടി നിർത്തിയിരിക്കുന്നത് അങ്കിളിനല്ലേ, ആന്റി അല്ലല്ലോ. വാ ആന്റി, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുൻപേ അവളെ ഇവിടെ നാട്ടി ഇറക്കി വിടണം. ആന്റി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്കിള് കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിക്കുമ്പോ ആ ചടങ്ങിന് നടുവില് ആ നിധി കൂടി കയറി നിന്ന ഈ ആഘോഷത്തിന് പിന്നെ എന്തർത്ഥം ആന്റി ഉള്ളത്? ആന്റി ഇങ്ങോട്ട് വന്നേ. ആന്റി വിചാരിച്ചാൽ മാത്രമേ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. ഇനി ഈ വീട്ടിനകത്തേക്ക് കയറാൻ അനുവദിക്കാതെ അവിടെ നിന്ന് തന്നെ അവളെ ഓടിച്ചു വിടണം. നീ വാ ശിവാനി, അവളെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. നീ വാ. നോക്ക് CKC, പറയുന്നത് കൊണ്ട് എന്നോടിപ്പ കാണിക്കുന്ന സ്നേഹം വേണ്ടാന്ന് വെക്കരുത്. പിറന്നാളെന്നും പറഞ്ഞ് സമൂഹത്തിൽ മാന്യതയുള്ള വ്യക്തികളെയൊക്കെ ക്ഷണിച്ചു വരുത്തിയിട്ട് CKC എന്തായി കാണിക്കുന്നത്? അല്പമെങ്കിലും ആതിഥ്യ മര്യാദ അവരോട് കാണിക്കണ്ടേ CKC? എന്റെ നിയന്ത്രണം വിട്ടു നിൽക്കുക. ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പോലും പറയാൻ പറ്റത്തില്ല. എടുത്തു ചാടി അവിവേകം ഒന്നും കാണിച്ചു കളയരുത്. ഒരു വശത്ത് ജ്യോതിർമയി, മറുവശത്ത് ക്ഷണിച്ചു വരുത്തിയ അതിഥികൾ. എല്ലാത്തിനും നടുവിൽ നിർണായകമായ CKCയുടെ ആ വീഡിയോയുമായി ഈ ഞാനും. ഇതിനേക്കാൾ ഭേദം ഒരു ഹൈഡ്രജൻ ബോംബെടുത്ത് ഈ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നതാ. CKCക്ക് പൊട്ടിത്തെറിക്കണമെന്ന് തോന്നിയാൽ ആ തോന്നലുണ്ടായി ഒറ്റ സെക്കൻഡിനകം എന്റെ ബോംബ് ഇവിടെ പൊട്ടും. അതെ, ഗൗതം ഇങ്ങ് എത്താറായി. നമ്മൾ രണ്ടുപേരും കൂടി മാറി നിന്നിങ്ങനെ സംസാരിക്കുന്നത് കണ്ട ആളുകൾ കരുതും വേറെന്തോ വിഷയമുണ്ടെന്ന്. വെറുതെ എന്തിന്? നമുക്ക് അകത്തേക്ക് പോയാലോ? അകത്തേക്ക് പോയാലോന്ന് ഞാനൊരു മര്യാദയുടെ പേരിൽ ചോദിച്ചെന്നേ ഉള്ളൂ. വാ, അകത്തേക്ക് പോവാം നമുക്ക്. നടക്ക് CKC അങ്ങോട്ട്. എന്താ ഇത്? ഈ അങ്കിളിന് ഭ്രാന്തായോ? അവളെ വിളിച്ചോടത്തെ വീടിനകത്തേക്ക് കയറി പോന്നു. ഇത് അത്ര ചെറിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ശിവാനി. CKC ശരിക്കും പെട്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പിറന്നാൾ ആഘോഷം നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം ആന്റി. അതല്ലേ നല്ലത്. നോക്കിയാണ്ടി, അടുത്ത ഐറ്റം വന്നിട്ടുണ്ട്.
ഇവനെന്തിനാ ഇങ്ങോട്ട് വന്ന്? നിങ്ങൾ വന്നേ. ഇനി ഇവിടെ എന്ത് സംഭവിച്ചാലും ശരി, ചില തീരുമാനങ്ങൾ ഞാൻ എടുക്കും. വാ ശിവാനി. എക്സ്ക്യൂസ് മീ സർ. നോക്ക് സർ, സാർ ഇത്രയും നേരം പ്രതീക്ഷയോടെ കാത്തുനിന്ന് സാറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗസ്റ്റ് ദാ എത്തിക്കഴിഞ്ഞു. വെൽക്കം പറഞ്ഞ് ഗൗതമിനെ സ്വീകരിച്ചോളൂ. എന്തു പറ്റി സർ? വെൽക്കം ചെയ്യ്. വെൽക്കം ഗൗതം. നിക്ക്. എന്തിനാ നിങ്ങൾ രണ്ടും കൂടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഈ ഫംഗ്ഷൻ നശിപ്പിക്കാൻ വേണ്ടിട്ടാണോ? ചോദിച്ചത് കേട്ടില്ലേ? എന്താ നിങ്ങളുടെ ഉദ്ദേശമെന്ന്? ആദ്യം ഇവള് വന്നു, തൊട്ടു പിന്നാലെ ഇവ വന്നേക്കുന്നു. ഒരു നല്ല ഫംഗ്ഷൻ നശിപ്പിക്കാനാണോ നിങ്ങളുടെ പ്ലാൻ? എന്താ മേഡം ഇത്? സ്വന്തം പിറന്നാൾ ഫംഗ്ഷൻ കുളമാക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ഒരു ദുരുദ്ദേശമുള്ളവരെ വിളിച്ചു വരുത്തുവോ? എന്നെയും ഗൗതമിനെയും ഈ ഫംഗ്ഷനിലേക്ക് ക്ഷണിച്ച് ഈ CKC അങ്കിൾ വളരെ മാന്യമായി പെരുമാറുന്നതും ശാന്തനായി നിൽക്കുന്നതും കണ്ടില്ലേ? പിന്നെ മാഡത്തിന് എന്താണ് പ്രശ്നം? CKC അങ്കിൾ ക്ഷണിച്ചു എന്ന് പറയുന്നതൊക്കെ വെറും നമ്പറാണ് ആന്റി. രണ്ടെണ്ണത്തിന് എന്തോ ദുരുദ്ദേശമുണ്ട്. ഇതിപ്പോ വലിയ കഷ്ടമായല്ലോ. എന്താ CKC ഇത്? അപമാനിക്കാനാണോ എന്നെ നിധിയും ഈ ഫംഗ്ഷനിലേക്ക് വിളിച്ചു വരുത്തിയത്? CKC സാർ വിളിച്ചിട്ട് എന്റെ പിറന്നാളാണെന്നും മുഖ്യ അതിഥികളായി ഗൗതമും ഭാര്യയും എത്തണമെന്നും വന്ന് ആശീർവദിക്കണമെന്നും ആവശ്യപ്പെട്ടാൽ ഞങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ആശീർവാദമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. വന്ന വഴിക്ക് ഇറങ്ങി പോകാൻ നോക്ക്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ നിധി, വേണ്ട വേണ്ടെന്ന്. അപ്പൊ നിനക്കല്ലായിരുന്നു വാശി? CKC സാറിന്റെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുക്കണമെന്നും ഗിഫ്റ്റ് കൊടുക്കണമെന്നും വലിയ സന്തോഷത്തോടെ പിരിയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി?